ചിങ്ങപ്പുലരിയിൽ സർവാഭരണഭൂഷിതയായി സർവാലങ്കാരത്തോടു കൂടിയിരിക്കുന്ന നമ്മുടെ അമ്മയെ ഒരു നോക്ക് ദർശനം നടത്തി ദർശനപുണ്യം നേടി അനുഗ്രഹാശിസുകൾക്ക് പാത്രീഭൂതരായിട്ടുള്ള ഏകദേശം 5000-ൽ മേലെ ജനങ്ങളാണ് ഇന്നലെ ഇവിടെ അമ്മയെ ദർശനം നടത്തി. 10,000-ൽ മേലെ നാളികേരങ്ങൾ അമ്മയുടെ മുന്നിൽ ഉടഞ്ഞു തീർന്നത്. സർവഭക്തരും ഇന്നലെ അത്രയധികം തിരക്കുണ്ടായിട്ട് പോലും വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളിലും വളരെ അനുസരണയോടുകൂടി തന്നെ ഭക്തന്മാർ പങ്കെടുത്ത് ഇന്നലെ രാവിലെ 7:30 മണിക്ക് തുടങ്ങിയിട്ടുള്ള മുത്തറക്കൽ ഏകദേശം 2 മണി വരെ നീണ്ടു നിന്നുള്ളതാണ്. നമ്മൾ മുട്ടറിൽ നിർത്തിയിട്ടും പിന്നെ ജനങ്ങൾ വീണ്ടും മുട്ടറിക്കാൻ വരുന്നത് കൊണ്ട് പ്രതീക്ഷിച്ച സമയത്ത് നമുക്കത് മുട്ടറിൽ നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. രാവിലെ മുതൽ വൻ തിരക്കുകളായിരുന്നു. രാവിലെ വന്നിട്ടുള്ള കുറേ ഭക്തന്മാർക്ക് അപ്പോൾ പോയെങ്കിൽ പോലും പിന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ഭക്തന്മാർ അനേകമാണ്. 1000-കണക്കിന് ഭക്തന്മാർ ഇന്നലെ ഇവിടെ അമ്മയുടെ പുണ്യദർശനം നേടി അനുഗ്രഹാശിസുകൾക്ക് പാത്രീഭൂതരായവരുടെ ജന്മപുണ്യം സഫലമാക്കുവാൻ വേണ്ടി അമ്മയോട് അപേക്ഷിച്ചവരാണ്. ചിങ്ങപ്പുലരി എന്ന് പറയുമ്പോൾ നമ്മളെ ഹൈന്ദവ ആചാരപ്രകാരം നമ്മൾക്ക് കൊല്ലം 1-ാം തീയതി എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതിയാണ്. നമ്മൾക്ക് അങ്ങനെയാണ്. ജനുവരി 1 വേറെ. അത് ശരി പറയുമ്പോൾ നമ്മൾ ആചരിക്കുന്ന ചിങ്ങം 1-ാം തീയതിയാണ്. കൊല്ലം 1-ാം തീയതി. നമുക്ക് ചിങ്ങം കന്നി തുലാം വൃശ്ചികം മകരം ചിങ്ങം കന്നി തുലാം വൃശ്ചികം മകരമാസ ഉത്തരായണ ഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന കാലഘട്ടങ്ങളുടെ ആദ്യഘട്ടമാണ് ശ്രാവണമാസം. ചിങ്ങമാസം ചിങ്ങപ്പുലരി കർക്കിടകത്തിന്റെ ദുർഘടങ്ങളൊക്കെ കഴിഞ്ഞ് ചിങ്ങം കേൾക്കുക. ആ ദിനം ഒരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ സർവാഭരണഭൂഷിതയായി സർവാലങ്കാരകതയായിക്കൊണ്ട് ദർശിക്കുകയും ആ ദേവിയുടെ നടയിൽ മുട്ടറങ്ങിപ്പോയിക്കൊണ്ട് അമ്മയുടെ അന്നമാകുന്ന മധുര പദാർത്ഥമാകുന്ന അമ്മയുടെ സദ്യ എല്ലാവരും കടമാനം ജനങ്ങൾ ഇന്നലെ അങ്ങനത്തെ സദ്യയിൽ പങ്കെടുക്കുന്നതാണ്. 3-4 പ്രാവശ്യം വരെ നമുക്ക് ചോറ് വയ്ക്കേണ്ടി വരും ഇന്നലെ. അത്രയ്ക്കും അധികം ജനങ്ങളാണ് ഇന്നലെ അമ്മയുടെ ആ പ്രസാദ സദ്യയിൽ. ആ പ്രസാദ സദ്യ എന്ന് പറയുന്ന ഭക്തന്മാർ പറയുന്നത് ഞങ്ങൾക്കത് ഒരു വട്ടെങ്കിലും കിട്ടണം. ഒരു വട്ടെങ്കിലും ഞങ്ങൾക്ക് അമ്മയുടെ ആ അന്നം കിട്ടണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ആ സദ്യ കൊണ്ട് വയറുന്നറിയാവുന്നതല്ല, പക്ഷെ എല്ലാവർക്കും സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ഇന്നലെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷവും നമ്മൾക്കുണ്ട്. ഇന്നലെ സഹകരിച്ചിട്ടുള്ള ഇന്നലെ വന്നിട്ടുള്ള ഭക്തന്മാർ എത്ര പേരുണ്ട് കൈപ്പൊക്കുവും ഇവർക്കറിയാം. ഇന്നലത്തെ സംഭവങ്ങളെ കുറിച്ച് അറിയാം, ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് അറിയാം. മുട്ടടിക്കുന്ന സ്ഥലത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞത് സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും കുറച്ച് തിരക്ക് പെട്ടെന്ന് കൂടും, വേഗം മുട്ടടിച്ച് മാറും. കുട്ടികൾ തിരക്കുണ്ടായിരുന്നു, കുട്ടികൾ കണ്ടമാനം അടിക്കാനുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് വളരെ ഇന്നലെ നമ്മുടെ ഭക്തന്മാരൊക്കെ വളരെ അനുസരണയോടുകൂടി തന്നെ അല്പസ്വല്പ എന്താ പറയാ കുറച്ച് പേരുടെ മാത്രം ചെറിയ ഒരു വിഷമം മാത്രം ഉണ്ടായുള്ളൂ. അല്ലാതെ വേറെ ഒന്നും 50,000 ജനങ്ങൾ വന്നിട്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വേഗം കാര്യങ്ങളൊക്കെ നടത്തി അമ്മയുടെ സാധുതത്തിലേക്ക് പങ്കെടുത്ത് തിരിച്ചു പോയി. ഈ ഒരു വർഷം, അതായത് അടുത്ത ചിങ്ങം വരെ സത്യത്തിൽ ഇത് നമ്മുടെ അമ്മ നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമ്മളെ ഇന്നലെ കണ്ട രൂപം നമ്മുടെ മനസ്സിൽ തെളിയും. നയനങ്ങൾ പാതിചാരി മലരികൾ മടിയിലെന്നുള്ളം ശാന്തമായി
നിങ്ങളങ്ങനെ കണ്ണടച്ച് ഇന്നലെ വന്നവര് നിങ്ങൾ നടയിൽ വന്ന് തൊഴുതിട്ടുണ്ടെങ്കിൽ അമ്മ ശരിക്കും നിങ്ങളുടെ വീട്ടിൽ പോയാലും ഉറങ്ങുമ്പോഴും കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണുള്ളിൽ അങ്ങനെയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളെ അമ്മയുടെ ഇന്നലെ ആ ദർശനം എന്ന് പറയുമ്പോ അമ്മയുടെ മുന്നിൽ അമ്മയുടെ അമ്മ പാദത്തില് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ അമ്മ തൃക്കണ്ണ് തുറക്കുന്ന ദിവസമാണ്, ചിങ്ങം 1-ാം തീയതി ചെയ്യുക. എന്നിട്ട് ശാന്തിമാർ പൂജ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അമ്മ 3-ാമത്തെ സോപാനത്തിലേക്ക് ഇറങ്ങിയിരിക്കും, 3-ാമത്തെ പടിയിലേക്ക് ഇറങ്ങിയിരിക്കുക. എന്നിട്ടാണ് മുട്ടുകളൊക്കെ നോക്കുന്നത്. ആ ഒരു രൂപം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടാലും ആ കണ്ണിന്റെ ആ ജ്വലനം എത്ര പേര് കണ്ടിട്ട് എനിക്കറിയില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ ആ 3-ാം കണ്ണിന്റെ ആ ജ്വലിച്ചു നിൽക്കുന്ന അവസ്ഥ നമ്മുടെ കണ്ണിലേക്ക് വന്നടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരിക്കലും ഒരു വർഷം വരെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദർശനമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നയനങ്ങൾ പാതിചാരി മലരികൾ മടിയിലെന്നുള്ളം ശാന്തമായി സസുഖം വാഴുവാൻ ഒഴുകണേ ദേവി കരുണാനദിയായി നീ, എന്നും കരുണാനദിയായി നീ. കണ്ണടച്ച് നിങ്ങളിവിടെ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോ ആദ്യ കണ്ണ് ചാരിക്കൊണ്ട് മറ്റുള്ള ചിന്തകളൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് പല ദുഃഖങ്ങളുമായിട്ടുമായിരിക്കും അവിടെ വരുന്നത്. ആ ചിന്തകളൊക്കെ ഒഴിവാക്കി പകുതി കണ്ണു ചാരി ഇങ്ങനെ അമ്മയെ മാത്രം ധ്യാനിച്ചിരുന്നാൽ നിങ്ങൾ മുന്നിൽ കൂടിയൊരു കരുണക്കടലായ അമ്മയിൽ ഇങ്ങനെ വന്ന് നിങ്ങൾ തൊട്ടു തഴുകി ഇളം കാറ്റിൻ്റെ പ്രഭാവത്തോടു കൂടി നിങ്ങൾക്ക് ഗന്ധങ്ങൾ തന്നുകൊണ്ട് നല്ല സ്മെല്ല്, നല്ലൊരു ചന്ദനത്തിൻ്റെ ഗന്ധം നിങ്ങൾ അരിയിൽ കൂടെ ഇങ്ങനെ തൊട്ടുതലോടി പോകുന്നറിയാണ്. നമ്മൾ അമ്മനമായി പോകും. ഇത് നിങ്ങൾക്ക് അനുഭവം ഞാൻ കാണിച്ചു തരാം. നിന്നിരുനടയിലുറങ്ങും നിന്നാമെന്നെ ഉണർത്തും ഓരോ രാഗം പകലുമില്ലാതെ നീയല്ലാതെ ഒരു നാമം ദേവി, നീയല്ലാതെ ഒരു മന്ത്രം പാഴ്മൊഴി മൊഴിയാത്ത നാൾ പഴിമൊഴി കേൾക്കാൻ മനമാണ് അകമിഴി കാക്കും വഴിയാൽ വളരാൻ നീരായി തരുക നിൻ സ്നേഹം ദേവി, നീരായി തരുക നിൻ സ്നേഹം. ഇവിടെ നിന്ന് കിട്ടുന്ന അമ്മയുടെ സ്നേഹമാണ് നിങ്ങൾക്ക് മോക്ഷമായിട്ട് അനുഭവിക്കുക. കാരണം നമ്മുടെ അമ്മ സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, അമ്മയുള്ള കാലം വരെ നാമനാദരല്ല, അമ്മ എന്ന സ്നേഹമെന്ന് നാം അറിഞ്ഞിടുന്നു. അത്രയ്ക്കും സ്നേഹസമ്പന്നയാകുന്ന അമ്മയാണ് നമ്മുടെ കാളികാവ്. കാളികാവിലെ ഭക്തനാണെങ്കിൽ നിങ്ങൾ ഒരു നേരം ഉണ്ണാതിരുന്നാൽ അമ്മ ഓടിയെത്തും. അന്നമുണ്ണാതെയിരുന്നാലമ്മയോടിയെത്തും, വേണ്ടുവോളം അന്നമെന്നെ ഊട്ടിത്തരും അമ്മ. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും പുറമേക്ക് പോകുന്നുണ്ടെങ്കിൽ, യാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞു പോകുക, അമ്മ ഞാൻ ഇന്ന വഴിക്ക് പോവുകയാണ്, ഇന്ന കാര്യത്തിന് വേണ്ടി പോവുകയാണ് അമ്മേ. എന്റെ പോകുന്ന വഴിയിലോ ഞാൻ പോകുന്ന കാര്യങ്ങളിലോ തടസ്സമില്ലാതെ അമ്മ കാത്തുകൊള്ളണേ.